ദൈവരാജ്യത്തിനായി പ്രവർത്തിക്കുക എന്നത് വളരെ അത്ഭുതകരമാണ്. എന്നാൽ അതിലും അത്ഭുതകരം കർത്താവിൻ്റെ ഹിതം നിവർത്തിക്കുന്നതാണ്. ക്രിസ്തുവിൻ്റെ രക്തത്താൽ വീണ്ടെടുക്കപ്പെട്ട എല്ലാ ദൈവമക്കളും ഒരു വിധത്തിലല്ലെങ്കിൽ മറ്റൊരു വിധത്തിൽ ദൈവരാജ്യത്തിനു വേണ്ടി പ്രവർത്തിക്കുന്നവരാണ്. നമുക്ക് ലഭിച്ച കൃപയ്ക്കും കഴിവിനും ആരോഗ്യത്തിനും അനുസരിച്ച് വിവിധ നിലയിൽ നാം പ്രവർത്തിക്കുന്നു. മഹത്വകരമായ ദൈവരാജ്യത്തിൻ്റെ പ്രവൃത്തിയുടെ ഭാഗമായി തീരുക മഹത്വമാർന്ന പദവിയാണ്. അത് നമ്മെ ഓരോരുത്തരെയും കൊണ്ട് ചെയ്യുക എന്നത് ഒരു അത്ഭുതവുമാണ്. എന്നാൽ ഇതിനേക്കാൾ മഹത്വമേറിയ മറ്റൊരു അത്ഭുതമത്രേ അക്കംപ്ലിഷിംഗ് ലോർഡ്സ് വിൽ, കർത്താവിൻ്റെ ഹിതം നിവർത്തിക്കുക എന്നത്. കർത്താവിൻ്റെ ഹിതം അറിയുന്നതൊരു കാര്യം, എന്നാൽ അത് എങ്ങനെ നിവർത്തിക്കുവാൻ കഴിയുമെന്നറിയുന്നത് ശ്രേഷ്ഠമായ കാര്യമത്രേ. യേശു കർത്താവ് ഈ ഭൂമിയിലായിരുന്നപ്പോൾ തന്നെക്കുറിച്ച് പറഞ്ഞതത്രേ. യോഹന്നാന്റെ സുവിശേഷം 4:34 എന്നെ അയച്ചവൻ്റെ ഇഷ്ടം ചെയ്ത് അവൻ്റെ പ്രവൃത്തി തികയ്ക്കുന്നത് തന്നെ എൻ്റെ ആഹാരം. തന്നെ അയച്ചവൻ്റെ പ്രവൃത്തി താൻ തികച്ചു എന്നതിൻ്റെ വിളംബരമായിരുന്നു സകലവും നിവൃത്തിയായി എന്ന് ക്രൂശിൽ കിടന്ന് പറഞ്ഞത്. പൗലോസ് അപ്പോസ്തലനും ഇതേ പ്രാഗൽഭ്യത്തോടെ പറഞ്ഞതത്രേ. തിമോഥെയോസിൻ്റെ 2 ലേഖനം 4:7 ഞാൻ നല്ല പോർ പൊരുതു, ഓട്ടം തികച്ചു, വിശ്വാസം കാത്തു. യേശു കർത്താവ് മരിക്കുമ്പോൾ 33.5 വയസ്സ്. പൗലോസ് അപ്പോസ്തലൻ മരിക്കുമ്പോൾ ഏതാണ്ട് 60 വയസ്സ്. ദൈവത്തിൻ്റെ പ്രവൃത്തി തികയ്ക്കുവാൻ ദീർഘായുസ് വേണമെന്നത് ഒരു ആവശ്യകതയല്ല. എത്ര കാലം ഈ ഭൂമിയിൽ ജീവിച്ചു എന്നതിനേക്കാൾ എങ്ങനെ ജീവിച്ചവസാനിപ്പിച്ചു എന്നതാണ് പ്രാധാന്യം. നാം ഇപ്പോൾ ജീവിതത്തിൻ്റെ ഏത് ഘട്ടത്തിലാണെങ്കിലും ദൈവഹിതത്തിനുള്ളിലെങ്കിൽ അതിൽ പരം മഹത്തായ മറ്റൊരു കാര്യവുമില്ല. എന്നാൽ നമ്മുടെ ജീവിത ലക്ഷ്യം എന്നത് ദൈവഹിതം നിവർത്തിക്കുക എന്നതത്രേ. അതിനായി നാം ചെയ്യേണ്ടിയതത്രേ: 1, ദൈവത്തോടു കൂടെ നടക്കുക. 2, നമ്മുടെ ഇഷ്ടത്തെ ബലിയർപ്പിച്ചിട്ട് ദൈവഹിതത്തിന് സമർപ്പിക്കുക. 3, നാം ഇതിനോടകം അറിഞ്ഞു കഴിഞ്ഞ ദൈവഹിതം അനുസരിക്കുവാൻ ആരംഭിക്കുക. 4, കർത്താവിൻ്റെ ശക്തിക്കായും കൃപയ്ക്കായും അപേക്ഷിക്കുക. 5, ദൈവാത്മാവിന് ചെവി കൊടുക്കുക. 6, ദൈവഹിതത്തിനനുസരിച്ചുള്ള അടുത്ത കാൽച്ചുവട് വയ്ക്കുവാൻ തയ്യാറാക്കുക. 7, ദൈവവചനം തുടർമാനമായി വായിക്കുകയും ധ്യാനിക്കുകയും ചെയ്യുക. ദൈവഹിതം അറിയുകയും അത് നിവർത്തിക്കുകയും ചെയ്യുക എന്ന ആത്മാർത്ഥമായ ആഗ്രഹം നമ്മളുണ്ടെങ്കിൽ അവർ God will meet us where we are now in order to take us where He wants us to go. നാം ഇപ്പോൾ ആയിരിക്കുന്ന ഇടത്ത് നമ്മുടെ ദൈവം നമ്മെ കണ്ടുമുട്ടും. എന്നിട്ട് നാം പോകണമെന്ന് അവിടെ നിന്ന് ആഗ്രഹിക്കുന്ന ഇടത്തേക്ക് നമ്മെ കൊണ്ടുപോകും. Have a blessed day.